ഫ്ലവേഴ്സ് ഇവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരുപാട് സ്നേഹത്തോടുകൂടി ലെറ്റ്സ് വെൽക്കം പ്രജോദ് ചേട്ടാ, രാജൻ ചേട്ടാ, നസീറിക്ക. നമ്മൾ ഇന്ന് പൊളിക്കാൻ പോവാണ്. അതേപോലെ ചിരിക്കുന്നു, തകർക്കുന്നു. അടുത്തൊരു 1 മണിക്കൂർ നമ്മൾ ഓക്കെ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ കുമരകത്തെ കലാകാരന്മാരുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ അവരെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തെ സ്കിറ്റ് കൊച്ചു പ്രതിവേട്ടനുണ്ട്, മനോജ് വരജുഴിയുണ്ട്, അജേഷ് കല്യാണ കച്ചേരി പടാമെടി കച്ചേരിക്കരാനും പോരും നോടി. ഗിരീഷേ എത്തിയോ? ഓഡിറ്റോറിയത്തിൽ എത്തിയോ? വരത്തില്ലെന്നോ? എടാ നിന്നെ ഞാൻ കല്യാണം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, എടാ എൻ്റെ ഒരേ ഒരു അനിയത്തി കീർത്തനയുടെ കല്യാണമാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും മാറ്റി വെച്ചിട്ട് വരണമെന്ന്. എന്നിട്ട് നീ ഇപ്പം രാവിലെ വിളിച്ച് പറയാമെന്നോ വരത്തില്ലെന്ന്? നീ എന്തൊരു കാര്യത്തിന് വിളിച്ചാലും ഞാൻ വരത്തില്ലട്ടോ, സത്യമായിട്ടും നീ വരണ്ട. എന്റെ പൊന്നു രമണി ചേച്ചി കാര്യം പറഞ്ഞോണ്ട് ഇരിക്കുവാന്ന് ഇവിടെ. നിങ്ങൾ കുറെ പേരും കൂടെ ഉള്ളു പോകാനായിട്ടോ ഓഡിറ്റോറിയത്തിലോട്ടോ. നിങ്ങളെ കയറ്റി വിട്ടിട്ട് വേണം എനിക്കും അളിയനോട് കൊച്ചനെ വിളിച്ചോണ്ട് വരാൻ. കാര്യം പറഞ്ഞ് തീർന്നില്ലേ? ഇന്നലെ ഒരു സമയത്ത് തുടങ്ങിയല്ലയോ? അതാ നാരായണമ്മനോട് വിളിച്ചോണ്ട് പോണേ, അവിടെ കിടന്ന് ഉറങ്ങുവാ. അയ്യോ വഴി തെറ്റിയോ? ഇപ്പൊ എവിടെ നിൽക്കുന്നേ? അയ്യോ അവിടെ വരെ പോകണ്ട. നിങ്ങളൊരു കാര്യം ചെയ്, അവിടുന്ന് നേരെ വലത്തോട്ട് കയറി വന്നേ. അവിടുന്ന് ഒരു 50 മീറ്റർ പോകുമ്പോ ഇനി ഇടത്തോട്ട് പോയേ. അത്രയും പോട്ടെ. അവിടെ റിവേഴ്സ് വാ, നേരെ പുറകോട്ട് വാ. വാ. ഇവിടുന്ന് ഇനി ലെഫ്റ്റ് ചെറുതായിട്ടൊന്ന് ഓടിച്ചേ. അതിന് നേരെ വന്നാ മതി, ഇവിടെ തന്നെ വന്നെത്തും. വാ കേറി വാ. അളിയൻ എന്തോ കാണിക്കും അളിയത്? അപ്പൊ നീ എനിക്ക് റൂട്ട് പറഞ്ഞു തന്നല്ലേ? അളിയന് റൂട്ട് പറഞ്ഞു തന്നാന്നോ? പിന്നെ കല്യാണ ചെറുക്കന് വഴി തെറ്റി അവനെ വിളിച്ചതില്ലയോ? വഴി തെറ്റിയ ചെറുക്കനാണോ പെങ്ങളെ പിടിച്ചു കൊടുക്കണത്? എന്റെ പൊന്നളി, അളി എല്ലാത്തിനും ഇങ്ങനെ ഉടക്കാന്നല്ലോ. കല്യാണ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിന് വരെ അളിയൻ ഉടക്കമായിട്ട് വന്ന ആളാ. എന്റെ പൊന്നളിയെ, നമ്മുടെ വീടിനടുത്തുള്ളത് സൗവർണിക ഓഡിറ്റോറിയം അല്ലേ? അതല്ലേ നമുക്ക് സൗകര്യം. അവിടെ ബുക്ക് ചെയ്തോണ്ട് അളിയൻ എന്തോ ബുദ്ധിമുട്ട്? ഈ സൗവർണിക ഓഡിറ്റോറിയത്തിന്റെ അവിടുന്ന് ഒരു ചെറുത് കളിക്കാൻ പോണെങ്കിൽ 5 കിലോമീറ്റർ ഓടാൻ ബാറിലേക്ക്. ഏരിമാതയാകുമ്പോ എന്ത് സുഖ, കാലിങ്ങനെ ഇടുത്തു വെച്ചാൽ മതി ബാറിലേക്ക്. എന്റെ പൊന്നളി, അളിയന്റെ ഈ കള്ളുകൂടി ഉണ്ടല്ലോ. ഇന്നലെ ഞാൻ നാണം കെട്ടി ഇവിടെ വന്ന ആൾക്കാരുടെ മുമ്പിൽ എല്ലാരും വന്ന് ചോദിച്ചു മൂത്തളിയൻ എന്തിയെന്ന്. എനിക്ക് പറയാൻ പറ്റുമോ? കള്ളു കുടിച്ച് തലയ്ക്ക് മൂത്തത് വാടത്തോട്ടത്തിൽ കിടക്കുവാന്ന് പറയാൻ പറ്റുമോ എനിക്ക്? നീ എന്നൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചോ? ആ ഉത്തരവാദിത്തം കൂടിയ കാരണമാണ് എനിക്ക് അടിച്ച് അവിടെ വാഴപ്പണ കിടക്കേണ്ടി വന്ന്. ഞാൻ എന്തോ ഉത്തരവാദിത്തം ഏൽപ്പിച്ചെന്നാ പറയുന്നേ? എന്റെ കൂട്ടുകാരന്മാര് ഒന്ന് അവരെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു. ഞാൻ ഒഴിച്ചു കൊടുക്കുമ്പോ അവരോട് മൂത്തളിയനല്ലേ കമ്പനിക്ക് പറഞ്ഞ അടിക്കാൻ. അങ്ങനെ കമ്പനിക്ക് അടിച്ചടിച്ച ആ കമ്പനി വളർന്ന് ഞാൻ അതിന്റെ കഴിഞ്ഞാലോ നമുക്ക് ഈ ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തൊരു ബ്രാഞ്ച് അങ്ങോട്ട് ഇട്ടാലോ? എന്റെ ദൈവമേ, കള്ളു കുടിക്കാൻ ഓരോ കാരണം ഉണ്ടാക്കുന്നുണ്ടോ? ഈ അളിയന്റെ മൂത്തളിയനാണ്. ഈ കല്യാണം കഴിഞ്ഞ നാള് മുതൽ അളിയന് നല്ലൊരു സ്ഥാനം ഞാൻ ഇവിടെ തരുന്നുണ്ട്. ഇവിടെ ഈ കല്യാണ വീട്ടിൽ എന്തോരം പണികളുണ്ട്. ഒരു പ്ലാവല എടുത്ത് തിരിച്ചിടാൻ അളിയന് തോന്നിയോ? എനിക്കിത് കേൾക്കണം. ആൾക്കാർ തിന്നിട്ടേച്ച് പോയ 750 പ്ലേറ്റ് ഒറ്റയ്ക്ക് ഞാൻ അവിടെ കഴുകി കമത്തി വെച്ചേക്കണം, അറിയാമോ? എന്റെ ദൈവമേ, ഡിസ്പോസബിൾ പ്ലേറ്റ് ആരെങ്കിലും കഴുകുമോ? അത് തിന്നിട്ട് വെറുതെ കളയാനുള്ള ജോലി അത്. അളിയാ ഉണ്ടല്ലോ, എന്റെ അടുത്ത് ഈ ഒരുമാതിരി ചെയ്ത് നീ എന്നോട് ചെയ്തു. ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഞാൻ എന്തോ ദ്രോഹം ചെയ്തല്ലേ അളിയനോട്? എടാ, സ്ത്രീധനത്തിന്റെ കാശ് ഒരാണ് പൈസ ഇല്ലാണ്ട് തീർത്ത് നീ എനിക്ക് തന്നില്ലേ? തന്നു. എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ പെങ്ങന്മാര് ഭർത്താവിന്റെ വീട്ടിൽ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയണമെന്ന്. അതിനാ പൈസ മൊത്തം ഞാൻ തീർത്തു തന്നത്. കുറച്ച് കാശ് ബാക്കി നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് അതിനകത്ത് പിടിച്ചോടി ലഹള ഉണ്ടാക്കാൻ വേണ്ടായില്ലേ? എടാ, അളിയന്മാരാകുമ്പോ കല്യാണ വീട്ടിൽ ലഹള ഉണ്ടാക്കണം. എന്റെ കഴിയുമ്പോ ഞാനിനി ഈ വീട്ടിൽ എവിടുന്ന് എന്തെടുത്ത് വെച്ച് വഴക്കുണ്ടാക്കും. ഒരു കാര്യം ചെയ്താണ്, എന്തുവാ ഈ താലി കെട്ട് കഴിയുമ്പോ എന്തെങ്കിലും ഒരു കോക്കമ്പിച്ച് കാണിച്ച് ഞാൻ ഒരു വഴക്കണ്ട് ഉണ്ടാക്കിയാലോ? ഞാൻ സാമ്പാറിലിടും. അയ്യോ, അത് വേണ്ട, പരിപ്പ് മുക്കി കയറും. അറിയാ എന്റെ അനിയത്തി കീർത്തന, അവൾ ഇന്നൂടെ ഉള്ളു വീട്ടിൽ എന്റെ കൂടെ. അവള് പോയിട്ട് ഇങ്ങോട്ട് വരുമല്ലോ. ഞാനേ കുഞ്ഞുനാളില് എന്റെ വിരലെ കോർത്ത അവളെ കൊണ്ടുകിടന്ന്. എടാ, കുഞ്ഞുനാളില് വിരലെ കോർത്തെടുക്കാൻ കീർത്തനല്ലേ അവക്കടെ പേര്? കീച്ചേനല്ല. ആണോ അളിയാ? എനിക്ക് അതുപോലെ സ്നേഹമായിരുന്നു. ഞാനല്ലായിരുന്നു അവളെ കുളിപ്പിക്കുന്നതും കണ്ണെഴുതിക്കുന്നതും സ്കൂളിലൊക്കെ കൊണ്ടാക്കുന്നതും എല്ലാം എനിക്കറിയാം. എന്നാലും കൊച്ചേ, നീ ഒന്ന് കരയി, ആ സങ്കടം അങ്ങോട്ട് തീരും. ഞാൻ ഇപ്പൊ കരയുന്നില്ലളിയാ. ഞാൻ താലികെട്ട് കഴിഞ്ഞ് അവള് പോകാൻ നേരത്ത് കരയും. അപ്പോ റീലൂടെ എടുക്കാം കൂട്ടത്തിൽ. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എത്രയ്ക്കാ? 10:30? അല്ലെന്ന് 10:30 മുഹൂർത്തം. 10:30 മുഹൂർത്തം. ദൈവമേ, 9:45. അളിയന്റെ ഈ വാച്ചിലല്ല പിന്നെ എങ്ങനെ സമയം അറിയുന്നത്? അതെന്നാ അറിയാമോ? എല്ലാ ദിവസവും 9:45 2 അടിച്ചില്ലെങ്കിൽ എന്റെ ഈ 2 ഞരമ്പ് പിടയ്ക്കും. ഞാൻ കഴുത്തിന് കുത്തി പിടിച്ചാലേ അളിയൻ ഇവിടെ കിടന്ന് പിടയ്ക്കും. പിന്നെ പോയേക്കാം. അല്ല, അങ്ങനെ പോകാൻ പറ്റത്തില്ല. കൊച്ചച്ഛനെ കൂടെ വിളിച്ചോണ്ട് പോണം. ഏത് കൊച്ചേ?
ദിവാകരൻ കൊച്ചച്ഛനെ എന്ത് കാര്യത്തിന്? അല്ല, ദിവാകരൻ കൊച്ചച്ഛനാണല്ലോ അവിടെ കൈ പിടിച്ചു കൊടുക്കേണ്ടത് ചെറുക്കന്റെ കയ്യില്. എന്റെ പൊന്നളിയാ, ഇവിടെ ഇന്നലെ ഇത്രയും ആളും ബഹളം ഒക്കെ കൂടി എത്ര വർഷമായി ഇങ്ങനെ നമ്മളോട് മിണ്ടേണ്ട. എന്റെ കല്യാണത്തിന് വിളിച്ചു വന്നില്ല, ഈ കൊച്ചിന്റെ നിശ്ചയം വിളിച്ചു വന്നില്ല. ഈ പുള്ളി ഇങ്ങനെ ഒരു സഹകരിക്കാത്ത ഒരു മനുഷ്യൻ, ആ പുള്ളിനെ വേണ്ട, ഞാൻ പറ്റില്ല. അതളിയാ, ഈ കൊച്ചച്ഛന് ആരുമായിട്ടും വലിയ സഹകരണത്തിനൊന്നും പോകുന്നില്ല, പ്രത്യേക ടൈപ്പാ കേട്ടോ. ഈ നമ്മളെല്ലാരും വീടിന്റെ ചുറ്റിനും മതിൽ കെട്ടുമല്ലോ, എന്നിട്ട് അതിനകത്ത് ഗേറ്റും വെക്കും ആള് വരാനും പോകാനും. പക്ഷെ പുള്ളി ഗേറ്റ് വെച്ചിട്ടില്ല, മതിലാൽ ചുറ്റപ്പെട്ട് വെച്ചേക്കുവാ, അടച്ചിട്ടേക്കുവാ. അതെന്നാ? പുള്ളിക്ക് സഹകരിക്കുന്ന ഇഷ്ടമല്ല ആൾക്കാർ. അപ്പൊ ഈ പുള്ളി അങ്ങനെ പുറത്തു പോകും? കവളം മടൽ ചാരി വെച്ചിട്ട് ചാടും. പത്രക്കാരൻ വന്നാൽ പോലും പുള്ളി അകത്ത് കയറ്റത്തില്ല. പത്രക്കാരൻ വെളിയിൽ നിന്ന് വാർത്ത വായിച്ച് കേൾപ്പിക്കും. കുറ്റം പറയല്ലോ. പുള്ളി എല്ലാ മാസവും പൈസ കറക്റ്റ് ആയിട്ട് കൊടുക്കും. അതെ, വിളിച്ചൊക്കെ വരും. കൊച്ചോ വരുന്നില്ലയോ? ആണ്ടടാ, നമ്മള് മുറ്റത്ത് ഇപ്പുണ്ട്. കേക്കാട്ട് നിക്കോ. അയ്യോ, ഒരു കാര്യം ചെയ്യാം, പുള്ളി ഇവിടെ വരുത്താനുള്ള ഐഡിയ ഉണ്ട്. എന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തോന്നറിയോ? രണ്ടുപേര് തമ്മിൽ വഴക്ക് കൂടുന്നത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അവിടെ ഒന്ന് കണ്ടു നിന്ന് സുഖിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്താലേ പുള്ളി ഇഞ്ഞ് വരും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോ, അളിയൻ തുടങ്ങിക്കോ. അളിയന്റെ കൂടെ നിന്നോണം. ഓക്കെ. അളിയനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മുകളിലെ കാര്യം ശരിയാ, കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അളിയനെ നോക്കത്തില്ല ഞാൻ. നീ ഇന്നലെ പോലെ അളിയനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. അളിയന് ഈ പരിപാടി എന്നോട് കാണിക്കരുത്. നിർത്തിയില്ലായിരുന്നു, കൈ ഉറഞ്ഞപ്പോ തീ പിടിച്ചേനായിരുന്നു. ഇവിടെ നിൽക്കുന്ന വഴക്ക് തീർന്നില്ലേ, പിന്നെ ഞാൻ എന്താ കണ്ട് സൂഹിക്കാൻ വേണ്ടി അവിടെ നിൽക്കേണ്ടത്. അയ്യോ, വഴക്ക് കൂടി നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി വിളിച്ചതല്ല. പിന്നെ എന്തോ ഉണ്ടാക്കാൻ ഇവിടെ വന്നത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. എന്താ ആവശ്യം? കല്യാണത്തിന് പോകണ്ടേ? കല്യാണത്തിന് പോകണം. എന്നാ പോവാ. ഏത് കല്യാണത്തിന്? അല്ല, കീർത്തനയുടെ കല്യാണം അല്ലേ? ഞാൻ ആ കല്യാണത്തിനൊന്നല്ല, ഞാൻ വേറെ കല്യാണത്തിനാ പോകുന്നത്. വേറെ കല്യാണത്തിന്? ഏത് കല്യാണത്തിന്? അത് ഞാൻ രാവിലെ റോഡിൽ നിന്നപ്പോ ഒരു ചെറുക്കന്റെ മെഡിന്റെ ഫോട്ടോ വെച്ചിട്ട് വണ്ടി പോട്ടോ, ആ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത്. അതാറ് കല്യാണമോ? വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞു കയറി ചില നാടാവില്ല. എടാ, വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ഇറക്കി വിടത്തില്ല. ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി അന്തസ്സായിട്ട് വരുവാടാ. എന്നാലും ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണത്തിന് വരത്തില്ലല്ലേ? ഇവിടുത്തെ കൊച്ചിന്റെ കല്യാണം എന്നെ വിളിച്ചില്ല. കൊച്ചത്തിനെ വിളിച്ചില്ല. എന്നാ പരിപാടി ആ കൊച്ചത്തിനെ വിളിച്ചില്ലേ? ആളെ പുള്ളി ചുമ്മാ പറയുന്നതാണ്. ഇത്രയും പെണ്ണ് കാണാൻ വന്ന പോലെ പുള്ളിയുടെ വിവരങ്ങൾ പറയുന്ന. നിശ്ചയത്തിന് പോകാൻ ചെന്ന് വിളിച്ചു, മറുവീട് കാണാൻ പോകാൻ ചെന്ന് വിളിച്ചു, കല്യാണം പറയാനായിട്ട് 100 തവണ ചെന്ന് വിളിച്ചു, കോളും ബെല്ലടിച്ചു, തട്ടി വിളിച്ചു. എന്തോടത്തോണ്ടിരിക്കുവായിരുന്നു അകത്ത്. ഞാൻ ആ എയർ ഹോളിനകത്തോടെ നിന്നെ നോക്കി നിപ്പുണ്ടായിരുന്നു. എയർ ഹോളിനകത്തോടെ തലയിട്ട് നോക്കിക്കാൻ നിങ്ങൾ ആരാ? പല്ലിയോ? കൊള്ളാളെ കിടക്ക സാധനം പല്ലി. ഈ പല്ലിയെ വളർത്തിയിട്ടേ ഡിനോസോർ ആയിട്ട് ഒരു സാധനം അടിക്കാമോ, കോമഡി അടിക്കാമോ? ഇവിടെ വലിയ ചിരിയാ വേണ്ടത്, ചെറിയ ചിരിയല്ല, വലിയ ചിരി വേണം. എന്റെ പൊന്നു കൊച്ചച്ഛൻ, എന്തിനാണ് ഈ വാശിയും വൈരൊക്കെ? പണ്ടങ്ങാണ്ട് നടന്ന എന്തോ കാര്യത്തിന് വേണ്ടി എന്തോ എനിക്ക് പോലും അറിയത്തില്ല. ഇപ്പോഴും വാശിയും വൈരാഗം കൊണ്ട് നടക്കണം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഇവന്റെ അമ്മയില്ലേ ഓമനമ്മ, നിന്റെ അമ്മായിമ്മ, എന്റെ ചേട്ടന്റെ ഭാര്യ, അവരിവിടെ വന്നപ്പോ തൊട്ടാടാ ഞാൻ ഇവന്റെ അച്ഛനുമായിട്ട് പിണങ്ങാൻ കാരണം ഉണ്ടായത്. ആവശ്യമില്ലാത്ത കാര്യമാണ് കൊച്ചച്ഛൻ സംസാരിക്കുന്നത്. ആവശ്യമുള്ള കാര്യം തന്നെ. എടാ, ഞാനും ഇവന്റെ അച്ഛനും എന്റെ ചേട്ടൻ ഒരു പാത്രത്തിലുണ്ട്, ഒരു പായി കിടന്നുറങ്ങിയവരാ. ഇവന്റെ അമ്മ വന്നപ്പോഴാണ് അത് വേറെ കൃത്യമായത്. എന്നാൽ ഈ വീട്ടിൽ ഒരു പാത്രവും ഒരു പായും മാത്രമേ ഉള്ളായിരുന്നു, സമ്മതിക്കരുത്. അത് മാത്രമൊന്നും 10 ഭാഗം ചെയ്തപ്പോ എനിക്ക് 3 സെന്റും ബാക്കി ഇവന്റെ അച്ഛൻ മൊത്തം എടുത്തു. മൊത്തം എത്ര സെന്റ് ഉണ്ടായി വസ്തു? 6 സെന്റ്. വീതിച്ച് തന്നില്ല. പിന്നെന്നാ തുല്യം തുല്യായിട്ട് വീതിച്ചു തന്നു. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഞാൻ നാണം കെട്ടുപോയി. എങ്ങനെ നാണം കെട്ടുന്നു? ഇവന്റെ അച്ഛന്റെ ആധാരത്തിനകത്ത് 7 പേപ്പർ, എന്റെ ആധാരത്തിനകത്ത് 4 പേപ്പർ. ഒപ്പിടാൻ പറഞ്ഞപ്പോ പേപ്പറിലാഞ്ഞിട്ട് അവിടുത്തെ ഡെസ്കല്ല ഞാൻ ഒപ്പിട്ടു. ഒരു കാര്യം ഞാൻ പറയാം, അച്ഛനില്ല. അച്ഛന്റെ സ്ഥാനത്ത് ഇനി കൈ പിടിച്ചു കൊടുക്കാൻ നിങ്ങളുള്ളൂ. ആ കാര്യം മറക്കണ്ട കേട്ടോ. വെളിയനാട്ടെ അളിയൻ അല്ലടാ, ഇതേ വള്ളുവനാടൻ അളിയൻ. കൊച്ചാ, അവിടെ കൈ പിടിപ്പിച്ചു കൊടുക്കാൻ പാ കൊച്ചാ. ഞാൻ തയ്യക്കാരനാണ് അവിടെ കൈ പിടിപ്പിച്ചു കൊടുക്കാൻ. ഉടുപ്പിന്റെ കൈയല്ലേ ചെറുക്കന്റെ കൈ അവളെ പിടിച്ചു കൊടുക്കാൻ പാ കൊച്ചാ. അവിടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊച്ചച്ഛൻ കൈ പിടിച്ചു കൊടുക്കണമെന്നുള്ളത്. കൊച്ചച്ഛൻ വളർത്തിയല്ലേ അവളെ? കൊച്ചച്ഛൻ വളർത്തിയില്ലേ? കീർത്തന കുഞ്ഞിന് എന്നോട് ഭയങ്കര സ്നേഹമാന്ന്. എടാ, അവക്ക് 2.5 വയസ്സുള്ളപ്പം ഇപ്പോൾ അംഗൻവാടിയിൽ നിന്ന് അമൃതം പൊടിയുടെ ഉപ്പുമാവ് തിന്നോണ്ടിരിക്കുക. ഞാൻ ചെന്ന് പറഞ്ഞു, കീർത്തന കുഞ്ഞ് കൊച്ചച്ഛനോട് താടി ഇച്ചിരി ഉപ്പുമാവെന്ന് പറഞ്ഞപ്പോ ഈ കൊച്ചന്റെ മുഖത്ത് നോക്കിട്ട് പറയോ, നിനക്ക് തതത്തില്ലടാ ചിറ്റപ്പാന്ന്. ആ ഉപ്പുമാവല്ലാതെ കണ്ണി ഒന്നും കൂടി ഞാൻ അനുഭവിച്ചു. അന്ന് ഞാൻ ഇറങ്ങിയത് ഇവിടെ. എനിക്ക് അവളെ കണ്ടുകൂടാ കൊച്ചിന്. നീയല്ലേ കാണിക്കുന്നത്, ഞാനല്ല. രണ്ടുപേരും എന്നാ കോക്കാൻ പറ്റി കാണിക്കോ? അയ്യോ അയ്യോ, കണ്ണി കുത്തി. ഒരു കാര്യം ചെയ്യും, ഞാൻ കാല് പിടിക്കാം. ഉച്ചി പൊട്ടിപ്പോനെ. ഞാൻ അങ്ങനെ മുടിയേരിയെന്നായിരുന്നു. ആ ചെറുക്കം വന്ന് കാല് പിടിച്ചില്ലേ? നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ? മനുഷ്യനാണോ? ഹൃദയമുണ്ടോ? ഒന്നു വാ, വരാം. കൈ പിടിച്ചു കൊടുത്താൽ ആ നിമിഷം ഞാൻ അവിടെ ഇറങ്ങും. മതി, അത് മതി. പിന്നെ വേറെ പ്രത്യേക ഒരു കാര്യം ഞാൻ പറയാം.
എന്റെ ഫോട്ടോയോ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്നടവേ കോപ്പിറൈറ്റ് ഉള്ള കൊച്ചനാണ്. ആരും ഉടുക്കില്ല photo. ആരും ഉടുക്കില്ല. ഒരു കാര്യം ചെയ്യടാ പ്രതീക്ഷ, കല്യാണത്തിന് ഞാൻ വരാം. ഓക്കെ ഓക്കെ. എന്നാ അളിയാ അളി പോയിന്നോണ്ടാ ഞാൻ അലമാരല്ലേ ഷർട്ട് വെച്ച് ഇട്ടിട്ടുണ്ടോ ആ, എടുത്തിട്ടുണ്ടോ? എടാ ആ എങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് പോന്നേ? എന്റെ കാറിന് പോവാം. ആ കാറിന് പോണ്ട, എ സി ഉണ്ടെന്ന്. ഞാൻ ചുമക്കും. കൊച്ചച്ഛൻ ചുമക്കണ്ട, കാറിനകത്ത് ഫിറ്റ് ചെയ്തേക്കും അത്. എന്ത് എ സി. ഞാൻ തല വെച്ച് ചുമക്കുന്നല്ല പറഞ്ഞേ, എ സി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചുമക്കും. അന്നാ നമുക്ക് ക്ലാസ് തുറന്നിട്ട് പോവാം. ക്ലാസ് എടുത്തിട്ടാ ഞാൻ തുമ്മും. അലർജി കണ്ടുപിടിച്ച കൊച്ചച്ച പിന്നെ നമ്മൾ എങ്ങനെ പോകുന്നേ കല്യാണത്തിന്? ഞാൻ ജോൺസന്റെ ജീപ്പ് വിളിക്കും. ആ പഴയ മഹീന്ദ്രയുടെ ജീപ്പോ? ആ. അത് വിളിച്ചിട്ട് എന്തിനാ? ഞാൻ അതിന്റെ പറയാൻ ഞാൻ പറയാം, വലിയ കയറി വന്നവനെ. ആ അപ്പൊ കൊടി അടിക്കത്തില്ല, തുമ്മത്തുമില്ല. ഓ അളിയാ കിട്ടില്ല. എങ്ങനെയുണ്ട്? അടിപൊളി അളവെടുത്ത് തയ്പ്പിച്ചോണ്ട് കേട്ടോ. Correct അല്ലേ? കറക്റ്റ്. ഇതെങ്ങനെയുണ്ട്? അത് കിടുക്കൻ. ആണോ? സുന്നെ സൂപ്പറല്ലേ? എന്നാ പിന്നെ പോയേക്കാം. വാ, വാ. അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഷർട്ട്? ആ ഞങ്ങക്ക് കളർ കോഡ് ഉണ്ടല്ലോ. ആലപ്പുഴയുള്ള കളർ കോഡ്. ആ കളർ കോഡല്ലേ? ഡ്രസ് കോഡ്, ഡ്രസ്സിന്റെ കളർ കോഡ് കല്യാണത്തിന് നമ്മുടെ എല്ലാവരും ബന്ധുക്കാർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഞാൻ എന്താ പിരിവിന് വന്ന അണ്ണാച്ചിയോ? ഓലെ. എനിക്കിതുപോലെ ഷർട്ട് വാങ്ങിച്ചാൽ ഞാൻ വരത്തില്ല. തക്ക സമയത്ത് എവിടെ നിന്ന്? ആ ഇതാണ് ഈ കോയമ്പത്തൂർന്ന് ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച സമയം 10:15 മുഹൂർത്തം. ഇനിയിപ്പൊ എവിടെ പോയി ഷർട്ട് ഉണ്ടാക്കും? എടാ എനിക്ക് വേറെ കൃത്യം കാണിച്ചത് കൊണ്ട് ഞാൻ വരത്തില്ല. എന്റെ അളിയ ഡ്രസ് എടുക്കാൻ പോയപ്പോ ഈ പുള്ളിയോട് പറഞ്ഞതാ. പുള്ളി വാതിൽ തുറക്കാൻ ഞാൻ എന്ത് ചെയ്യാനാ? എന്തും കാണിച്ചുകൂട്ടെ, പെരക്കകത്ത് കയറി ഇരിക്കരുത്, ആൾക്കാർ വിളിക്കുമ്പോ കൂടെ ചെല്ലണം. എന്നിട്ട് ഞാൻ കോയമ്പത്തൂർ കടയിൽ ചെന്ന് പറഞ്ഞു ദിവാകരൻ 40 സൈസിൽ ഒരു മഞ്ഞ ഷർട്ട് തരാൻ. അവർ തന്നില്ല. കാരണം എന്താ? എന്താ? കോയമ്പത്തൂരുള്ള കടക്കാർക്ക് പോലും ഈ പുള്ളിയോട് ദേഷ്യമാണ്. എന്റെ ദൈവമേ, ഇന്ത്യ മൊത്തം ഈ പുള്ളി വെറുപ്പിച്ചു വെച്ചേക്കും. ഒരു കാര്യം ചെയ്യ്, സെയിം കളർ ഇല്ലയോ? വീട്ടിൽ കിടപ്പണി ആയിട്ടോണ്ട് വരാം. വീട്ടിൽ കിടപ്പണി ഇട്ടോണ്ട് വരാം. ആണോ? എന്നാ പെട്ടെന്ന് വാ. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ പുള്ളി ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചേക്കൂടവേ. അല്ലെ സംഭവം എന്താണെന്നറിയോ? പുള്ളി ഇങ്ങനെ ഇടം തിരിഞ്ഞ് നിൽക്കുമെങ്കിലേ പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ ഇതുപോലൊരു തങ്കപ്പെട്ട മനുഷ്യനെ ആള് പാവട്ടോ, ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതേടാ. അയ്യോ, കൊച്ചച്ഛൻ പോയിട്ട് ദാണ്ടെ കുഞ്ഞിനെ പറഞ്ഞു. അയ്യോ കല്യാണത്തിന് എങ്ങോട്ടാ? സെയിം കളറായില്ലേ? സെയിം കളർ. എന്റെ കൊച്ചച്ചായി നൈറ്റ് ഇട്ടുണ്ടെന്ന കല്യാണത്തിന് വരുന്നത്. എന്താണ് നൈറ്റ് ഇട്ടോട്ട് കല്യാണത്തിന് വന്നത്? എന്താണ് ആണോ? ഈ വക കോക്കാൻ ബീച്ച് കാണിക്കുന്ന ഞങ്ങൾ നാണം കെടുത്തല്ലേ? എന്താ നാണം കെടുത്താൻ? അപ്പൊ എന്നെ നാണം കെടുത്താനല്ലേ നിങ്ങൾ ഇപ്പൊ വിളിച്ച് വരുന്നത്? എന്റെ കൊച്ചച്ഛൻ ഞങ്ങൾ 2 ഷർട്ടും കൊച്ചച്ചായി നൈറ്റ് ഇട്ടുകൊണ്ട് കല്യാണത്തിന് പോകാൻ പറ്റും. കൊച്ചച്ഛൻ അങ്ങനെ കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരെ ഷർട്ട് ഊരിട്ട് നിങ്ങൾ നൈറ്റ് ഇടാം. അപ്പൊ നമുക്ക് 3 പേർക്ക് നൈറ്റ് ഇട്ടോട്ട് നേരത്തെ നൈറ്റ് ഇട്ടുകൊണ്ട് പോകാനായിട്ട് തൊഴിലുറപ്പിന്റെ പടിയല്ല അവിടെ കല്യാണം. എന്താ തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വന്ന് ഉഴപ്പൂടാം. എന്നാ ഇന്ന് തൊഴിൽ ഉറപ്പാ. കൊച്ചച്ഛൻ കല്യാണത്തിന് വരണ്ട. കച്ചവടം കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് കച്ചവടം കല്യാണത്തിന് വരണ്ട. എന്താ നൈറ്റ് ഊരില്ല. അയ്യോ, എന്തുവാ ഈ പുള്ളി മൊത്തം തലതിരിയോടവേ അഡിഡാസിന്റെ നിക്കറ് തല തിരിച്ചിട്ടുണ്ട്. അത് ഹരിദാസിന് നിക്കറല്ല, എന്റെ നിക്കറ. ആരും നിക്കറായാലും കൊച്ചച്ഛൻ കല്യാണത്തിന് വരണ്ട. അവനെ അമ്മാവനെ കൊണ്ട് കൈ പിടിച്ചു കൊടുത്തു. എന്താ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ നൈറ്റ് ഇട്ടുകൊണ്ട് അവിടെ കണ്ട അവിടെ ഇട്ട് ഞാൻ തല്ലിക്കൊല്ലു. നീയോ? ആ ഞാൻ അത്ര ധൈര്യമുള്ളവനാ എന്നെ അടിക്കണം. പൊക്കളി തന്നെ പൊക്കളിയാ. ഓടിക്കളിയാ. ഓറഞ്ച് നൈറ്റി, നിന്റെ ഓറഞ്ച് നൈറ്റിയോ? അയ്യോ നാട്ടുകാരെ, നിസാർ ഒരു നൈറ്റിയുടെ പേരിലല്ലേ തല്ലിക്കൊല്ലുന്ന? എടുക്കെടുക്ക്, ഫോൺ എടുക്ക്, ഞാൻ പിടിച്ചോളാം. അമ്മയാ അമ്മേ, എവിടാടാ നീയൊക്കെ? അമ്മ ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുവാ. വരണ്ട, നീ ഒന്നും വരണ്ട, കല്യാണം കഴിഞ്ഞു. അയ്യോ, എന്തൊരു പരിപാടിയാ കാണിച്ചേ? കൊച്ചത്തിനല്ലേ അവിടെ കൈ പിടിച്ച് കൊടുക്കേണ്ടത്? അതല്ലായിരുന്നു നമ്മുടെ ആഗ്രഹം. ആ ഇനി എന്റെ കൊച്ചിന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. എന്തുവാ? വിരുന്നിന് അവള് വരുമ്പോ നീ ഒന്നും ആ വീട്ടിൽ കണ്ടുപോകരുത്. ഞങ്ങളെങ്ങോട്ട് പോകും? എങ്ങോട്ടേലും ഇറങ്ങിപ്പോ കാണാം. അമ്മേ, അളിയാ പണി നൈസായിട്ട് പാളിയിട്ടുണ്ട്. എന്നാ? കല്യാണമൊക്കെ കഴിഞ്ഞു. അയ്യോ അമ്മ പറഞ്ഞേക്കുന്നതേ തിരിച്ചു വരുമ്പോ നമ്മളെ ഇവിടെ കണ്ടേക്കരുതെന്നാ. അയ്യോ, ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ എങ്ങോട്ട് പോയി എനിക്കറിയാൻ പാടില്ല. അയ്യോ എന്റെ കൈക്ക് പിടിക്കല പിള്ളേരെ. അയ്യോ, നിങ്ങളൊന്നും പേടിക്കണ്ട, എന്റെ കൂടെ വീട്ടിൽ വന്ന് താമസിക്കുക. അതിന് അതാകുമ്പോ നമുക്ക് ആരുമായിട്ട് സഹകരിക്കാതെ അവിടെ അടിച്ചു പൊളിക്കുക. കൊച്ചച്ഛന്റെ മാക്സിം അതിനകത്തിലിട്ട ഓറഞ്ച് നിക്കറുമാണ് ഇന്നത്തെ സ്കിറ്റിന്റെ ഹൈലൈറ്റ്. ചേട്ടാ, മനോജ്, അജേഷ് ആൻഡ് കൊച്ചു പ്രദീപ് ഉഗ്രൻ സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. 3 പേരും കലക്കി, അടിപൊളിയായിരുന്നു. കാര്യം അജേഷ് ആദ്യം വന്ന് തുടങ്ങിയപ്പോൾ മുതൽ നല്ല നമുക്ക് ആ അജേഷിന്റെ വരവ് കണ്ടപ്പോൾ മനസ്സിലായി ഇതൊരു നീറ്റ് സ്കിറ്റായിരിക്കും കണ്ടത്. കാര്യം അത്രയ്ക്ക് മനോഹരമായിരുന്നു അജേഷ് വന്നുള്ള ആ സ്റ്റാർട്ടിങ് തന്നെ. തൊട്ടുപുറകെ അളിയൻ വരുന്നു. ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു കുരുപ്പ് പിടിച്ച അളിയൻ എല്ലാ ഫാമിലിയിലും ഉണ്ടാകും. കാര്യം പുള്ളിക്ക് പ്രശ്നങ്ങളില്ല. ഞാൻ എന്തെങ്കിലും കോക്കാൻ പിച്ച് കാണിച്ചൊരു വഴക്കുണ്ടാക്കിയ അത്
ജീവിതത്തിൽ കേൾക്കാത്തൊരു ചോദ്യം പുള്ളി ചോദിച്ചു. നീ എന്നെ വൃത്തികേടാ കാണിച്ചത്, നിന്റെ പെങ്ങക്ക് ഒരു പൈസ ബാക്കി വെക്കാൻ നീ മുഴുവൻ തന്നില്ലേ, മുഴുവൻ നീ തന്നു തീർത്തില്ലേ, അല്ലെങ്കിൽ അതിന്റെ പേരിലെങ്കിലും എനിക്ക് കൊടുക്കണമെന്ന് പ്രശ്നം ഉണ്ടാക്കാൻ. പ്രദീപ് ഉഗ്രനായിരുന്നു. പ്രദീപ് ഗംഭീരമായി. പ്രദീപ് ഒരു ഉഗ്രൻ ആക്ടറാണ് പ്രദീപ് കേട്ടോ. മനോജേ മൊത്തം എന്തുവാ നിങ്ങൾ അടിപൊളിയായിരുന്നു. ആദ്യം വന്നപ്പോ ആ കൊണ്ട് വന്നപ്പോ മുതൽ അങ്ങോട്ട് തുടങ്ങിയിട്ട് ഓരോ ഏരിയ ഇങ്ങനെ കേറി വരികയായിരുന്നു. ആ നൈറ്റ് ജന്മത്തിൽ വിചാരിച്ചില്ല, ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ഇയാളോട് ചോദിച്ചു ഇതിട്ടോണ്ട് പോകാൻ പറ്റുന്ന പുള്ളി പറഞ്ഞ മറുപടി എന്നറിയോ, എന്നാ നിങ്ങളോട് നമുക്ക് 3 പേർക്ക് നൈറ്റ് ഇട്ടോണ്ട് പോവാന്ന്. ഉഗ്രൻ സ്ക്രിപ്റ്റ് ആയിരുന്നു, ഉഗ്രൻ തോട്ടായിരുന്നു. നിങ്ങൾ 3 പേര് ഉഗ്രനായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നസീർക്ക അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. കാര്യം സബ്ജക്റ്റിന്റെ പുതുമ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ കുടുംബമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കഥ ഒരുക്കി വെച്ചിരിക്കുന്നത്. നല്ലൊരു ചെറിയ സിനിമ കാണുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. 3 പേരും ഗംഭീരമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു പ്രദീപ് ഇതിൻ്റെ അകത്ത് തമാശയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതായത് നമ്മുടെ ആക്ഷൻ കോമഡി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്തിട്ടില്ല. അച്ഛാ ഒരു രക്ഷയില്ല കൊച്ചാ ഗംഭീരമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. അമ്മ വിളിക്കുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആകാമായിരുന്നു, ഇച്ചിരി അങ്ങോട്ട് ഒരു ഫീലിംഗ്. കാര്യം ഇതിൻ്റെ ഒരു രസം ഇങ്ങനെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കുഞ്ഞ് ഫീലിംഗ് അവിടെ ഉണ്ടായിരുന്നത് കറക്റ്റായിരുന്നു. 3 പേരും അടിപൊളിയായിരുന്നു. നല്ല മനോഹരമായ സ്കിറ്റ്. ഓൾ ദ ബെസ്റ്റ്. മനോജ്, അജേഷ്, പ്രദീപ് 3 പേരും പൂന്തു വിളയാടി ഒരു സ്കിറ്റായിരുന്നു. അത് നിങ്ങൾ കളിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സാധാരണ ഇവിടെ വന്നൊരു പരിപാടി അങ്ങോട്ട് തുടങ്ങുമ്പോൾ അതിനകത്ത് ഹ്യൂമർ കുറവാണ്. കളിച്ച് കയറ്റാൻ വേണ്ടി അജേഷിൻ്റെ ഒരു ടെൻഷൻ. ആ ടെൻഷൻ നമുക്ക് സൗണ്ട് കൂടും, കയ്യിൽ നിന്ന് പോയി ചില സാധനങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാം ഈ സാധനം കൊള്ളാം. ആ കോൺഫിഡൻസ് ആണ് നിങ്ങൾ വളരെ രസകരമായിട്ട് കളിച്ച് തീർക്കാൻ സാധിക്കുന്നത്. പ്രദീപ് ഒരു കാര്യമുണ്ട്, എനിക്കൊന്ന് സ്വന്തമായി ട്രോളാത്ത ഒരു സ്കിറ്റ് ചെയ്തായിരിക്കും പ്രദീപ്. ഒരു രക്ഷയില്ലാത്ത പ്രദീപിന്റെ ടൈമിങ് അസാധ്യ ടൈമിംഗ് ആയിരുന്നു. ഉഗ്രം കയ്യടി. മനോജ് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ലൈഫിൽ? ഇങ്ങനെയാണോ? അല്ല, കാര്യം എനിക്ക് മനോനെ കാണുമ്പോൾ ചിരിയാ. വെറുതെ നടന്നു പോയാലും മനോനെ കാണുമ്പോൾ ഇത് ഞാനിത് പറയാൻ കാര്യം അറിയാം. ഞാൻ നൈറ്റ് കിട്ട അമ്മാൻ ഈ കല്യാണം ആൽമാൻ വേണ്ടി അവസാനം വെറും അലപ്പൻ ഐറ്റംബാറയിലെ വീടിപ്പടക്കം പറ്റത്തില്ല, ബോംബ് തന്നെ വേണം. ലുക്കും കറക്റ്റ്. അതെ, തന്നെ ഒരെണ്ണം കൊടുക്കാൻ പറ്റിയ കൊച്ചു. അജേഷേ, നിങ്ങളായിരുന്നു ഇതിന്റെ ഒരു നട്ടം എന്ന് പറയാം. നിങ്ങളിലൂടെയാണ് ഈ സാധനം പോയത്. ബാക്കി 2 പേരും കൗണ്ടർ അടിച്ചടിച്ച് കയറി ആ ഭാഗം നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്തു. 3 പേർ അടിപൊളി. താങ്ക് യു പ്രജോദേട്ടാ. അപ്പോ കല്യാണ വീടിന്റെ പൈസ കൊടുക്കൽ ചടങ്ങാണ്. നസീർക്ക, എന്റെ വകയായിട്ട് ഒരു 15,000 രൂപ ഞാൻ കൊടുക്കും. 15,000 രൂപ പ്രജോദേട്ടാ. ഞാനും കല്യാണമല്ലേ, കുറയ്ക്കുന്നില്ല. 15,000 രൂപ ഞാനും കൊടുക്കും. ടോട്ടൽ 30,000 രൂപ എന്റെ കൂടെ ചേർത്ത് ഷാജേട്ടാ കൊടുത്തേ. ഞാൻ എന്തായാലും ജീവയും കൂടെ ചേർത്ത്, അവൻ റെസ്റ്റ് കഴിഞ്ഞ് വന്നല്ലേ, അപ്പൊ അവന്റെയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ എമൗണ്ട്. ഓക്കെ, തരക്കേടില്ലാത്ത അല്ലേ? പിന്നെ കവർ കിട്ടി കല്യാണത്തിന്. നല്ല അപ്പൊ പ്രതിവേട്ട അടുത്ത പരിപാടിക്ക് കാണാം. ഡിങ്ക ഡിങ്ക. ഓക്കെ ഡിങ്ക ഡിങ്ക. ഫ്ലവേഴ്സ് കോമഡി ഇത് ആഴ്ച മേറെ. അടുത്ത ടീമിനെ വിളിക്കട്ടെ. ശ്രീജി വരുന്നുണ്ട്, ഡെനീഷ് വരുന്നുണ്ട്, അനീഷ്, റാണി, 3 പേർക്ക് സ്വാഗതം. ഹലോ എടേ സുമേഷ്, ഞാൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എത്തി. എന്റെ അളിയനിട്ട് 2 തല്ല് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഗുണ്ട ഏർപ്പാടാക്കാൻ പറഞ്ഞു. നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അവ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോടേ? ആ ഗുണ്ട അവിടെ വന്നിട്ടുണ്ടേ. വന്നിട്ടുണ്ടോ? നേരത്തെ തന്നെ വിളിച്ചാൽ അവിടെ തന്നെ കാണും. അളിയാ, അതെ, ഒരുത്ത ഇങ്ങോട്ട് വരുന്നുണ്ട്. അവനാണോന്നൊരു സംശയം. നീ വച്ചോ, ഞാൻ വിളിച്ചോളാം. ശരി. ഞാൻ സുബേഷ് പറഞ്ഞിട്ട് വന്ന ആളാ. മനസ്സിലായി. മാഞ്ചോട്ടിൽ സാദിഖ്. നീ മാഞ്ചോട്ടി സാധിക്കുക, റബ്ബറിന്റെ മുട്ടി പെടുക്ക്. അതെനിക്കതൊരു വിഷയമല്ല. അതല്ലെന്ന്. പിന്നെ എന്റെ പേരാണ് മാഞ്ചോട്ടിൽ സാദിഖ്. പേരാണ് പറഞ്ഞത്. എന്താ കൊട്ടേഷൻ? എന്താ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അളിയനുണ്ട്, എനിക്കൊരു പെങ്ങളുണ്ട്. 2നും കൂടെ സംബന്ധം ഉണ്ടാക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയത്. നീ വിളിപ്പിച്ച കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ പൊന്ന് ചേട്ടാ, എനിക്കൊരു അളിയനുണ്ട്. അളിയന് വെച്ചാ പ്രാന്ത.
വെറും ഭ്രാന്തല്ല, പുതിയ സിനിമകൾ ഇറങ്ങുമ്പം അതിലെ വേഷവും കെട്ടിക്കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ചെന്ന് നടന്ന് ഡാൻസ് കളിയും പാട്ടുമായിട്ടൊക്കെ അങ്ങ് നിന്ന് അളിയും. നടക്കുന്നുണ്ടാ അളിയാന്ന് വിളിക്കുന്നത്. അതല്ല വിഷയം, കുടുംബക്കാർക്ക് മൊത്തം ഇപ്പൊ ചീത്തപ്പേരാണ്. ഇപ്പൊ തന്നെ പുഷ്പ എന്നും പറഞ്ഞൊരു പടം അങ്ങോട്ട് ഇറങ്ങി. അതിലെ വേഷവും കെട്ടിട്ട് ഈ തിയേറ്ററിന്റെ പരിസരത്ത് നിന്ന് കറങ്ങല അവന്റെ പ്രധാന പരിപാടി. ചേട്ടാ എനിക്കൊരു ഉപകാരം ചെയ്യണം. അവനെ പിടിച്ചിങ്ങോട്ട് നിർത്തിയിട്ട് ചെവിക്കല്ല് പൊട്ടുന്ന പോലെ 4 അടി അടിക്കണം. എന്നിട്ട് അവനെ കുടുംബത്തോട്ട് പറഞ്ഞു വിടണം. പിന്നെ ഒരു സത്യവും ചെയ്യണം, മേലാൽ പുതിയ സിനിമകൾ ഇറങ്ങുമ്പോൾ ഇതുപോലെ പേക്കോലം കെട്ടിട്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ചെന്ന് കിടന്ന് കറങ്ങൂലെന്ന്. എനിക്ക് അത്രയും ചെയ്ത് തന്നാ മതി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. അതായത് എല്ലാ സിനിമകൾ ഇറങ്ങുമ്പോ ഇവനിങ്ങനെ വേഷം കിട്ടി അങ്ങ് നടക്കുവാണോ? ഒരു സിനിമയിലെ നായകന്റെ വേഷം കെട്ടാൻ അവന് പറ്റിയിട്ടില്ല. അതേത് സിനിമ? ഈച്ച സിനിമയിലെ പ്രത്യേകം എന്താണെന്നറിയാമോ? ഇവന് കോസ്റ്റ്യൂം കിട്ടിയില്ല. ഞാൻ നോക്കുമ്പോ ഉള്ള തുണിയെല്ലാം കൂടെ വാരി പിറകെ വെച്ച് കെട്ടിക്കൊണ്ട് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ഈച്ചയെ പോലെ ചെന്നപ്പോ തിയേറ്ററുകാരൻ പറഞ്ഞ് ഈച്ചയായിട്ടെങ്ങാനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ നിർത്തി കത്തിക്കുന്നു. അങ്ങനെ പറഞ്ഞ് വീട്ടിൽ കയറിയതുകൊണ്ട് അവൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു. മനസ്സിലായി. കൊടുക്കാൻ ഞാൻ കൊടുക്കാം. ആളോടെ ഉണ്ട്. ആളിപ്പൊ വരും. ദേ വരുന്നുണ്ട് ആള്. പുഷ്പ ഫയർ അല്ല, ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സ് അല്ല, ഫ്ലവർ. തുടക്കം തന്നെ കമ്പനി ഒന്ന് സൂപ്പിച്ച താഴത്തില്ലടാ. താഴത്തില്ല കണ്ടോ? സിനിമയിലെ ഡയലോഗും പറഞ്ഞുകൊണ്ട് വന്നത് ഡയലോഗ് അടിക്കുന്ന കേട്ടാ. അയ്യോ അതല്ല, കുറെ നേരം ഈ തോള് വെക്കി വെച്ചോണ്ട് ഇത് ആട് തന്നെന്നാ പറഞ്ഞത്. ഒറ്റ ഇടിക്ക് ഞാനങ്ങ് താത്ത തരാടാ. എനിക്കിത് കണ്ടിട്ട് ചിരിയും വരുന്നില്ല ദൈവമേ. അളിയങ്ങി വാ. അളിയൻ പുഷ്പയിലെ അല്ലു അർജുനാണോ അതോ കന്മതത്തിലെ വില്ലനാണോ? എനിക്ക് അറിഞ്ഞത്തോണ്ട് ചോദിക്കാം. സത്യമായിട്ട് എനിക്ക് കണ്ടിട്ട് പേടിയാവും അളിയനെ കണ്ടിട്ട്. അളിയൻ തിയേറ്ററിലോട്ടെങ്ങാനും കയറിയായിരുന്നു? ഇല്ല, ഞാൻ വെളിയിൽ നിൽക്കുവല്ലായിരുന്നോ. തിയേറ്ററിൽ കയറരുത്. കയറി കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും സിനിമ കണ്ടോണ്ടിരുന്നപ്പോ സ്ക്രീനിൽ നിന്ന് അല്ലു അർജുൻ നേരെ വന്ന് മുന്നിൽ നിൽക്കുകയാണ്. അങ്ങനെ തോന്നി, സെൽഫി എടുത്ത്. സാധിക്കെന്ന് ഞാൻ നിന്റെ കാര്യമാണോ ഞാൻ ചോദിച്ചത്? ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുകയില്ല. ഇവൻ കാരണം ഇവന്റെ അമ്മയ്ക്ക് കല്യാണത്തിന് പോലും പോകാൻ പറ്റാതെ വീട്ടിൽ പിണങ്ങിയിരിക്കുക. എന്താ പിണങ്ങിയിരുന്നത്? ആ തള്ള കല്യാണത്തിന് പോകാൻ പറ്റുന്ന സാരിയും ബ്ലൗസ് കൊടുത്തോണ്ട് ഇവ ഈ കോപ്രായം മൊത്തം ഇവിടെ കിടന്ന് കാണിക്കും. എനിക്കൊരു സംശയം. സാധാരണ ഏതൊരു പുതിയ സിനിമ റിലീസായാലും നീ ഫസ്റ്റ് ഷോ വന്ന് കാണുന്നില്ലേ? അതെ. ഈ സിനിമ എന്ത് നീ താമസിച്ചത്? ഈ പുഷ്പ സിനിമയുടെ ഫസ്റ്റ് ഷോ എപ്പോഴാണ്? വെളുപ്പിന് ഒരു 3 മണിക്കാണ്. വെളുപ്പിന് 3 മണിക്കല്ലോ. ഈ വെളുപ്പിന് 3 മണിക്ക് ഞാൻ സാരി എടുത്തോണ്ട് ഈ തിയേറ്ററിന് മുമ്പിൽ വന്നിരുന്ന ഉള്ള അവസ്ഥ എന്താണെന്ന് അറിയാവോ? എനിക്കൊന്നും കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. ഞാനേ ഇപ്പൊ ഈ പാട്ട് പാടിയ റിവ്യൂ ഇടുന്ന അറിയാവോ? പാട്ട് പാടിയ പിന്നെ ഭയങ്കര വൈറലാകാൻ പോകുന്ന സാധനമല്ലേ? എന്ത് പാട്ടാ? ഭയങ്കര വൈറലാകുമോ? വൈറലാവും. കേൾക്കണമല്ലോ. നിന്റെ പാട്ടൊന്ന് പാടിക്കുക, നീ വൈറലാണോ നോക്കട്ടെ. പുഷ്പ 1-ൽ ഫഹദ് ഫാസിലുണ്ട്, പുഷ്പ 2-ലും ഫഹദ് ഫാസിലുണ്ട്. അല്ലു അർജുൻ സുന്ദരന, അല്ലു അർജുനെ വീട്ടിൽ കൊണ്ടുപോകും. പുഷ്പ 1-ലും ഫഹദ് ഫാസിലുണ്ട്, പുഷ്പ 2-ൽ. ഇതാണോ നിന്റെ വൈറൽ? ഫഹദ് ഫാസിലുണ്ട്, പുഷ്പ 2-ലുണ്ട്, ഫഹദ് ഫാസിലുണ്ട്, പുഷ്പ 2-ലുണ്ട്. എന്തോന്നാണ് നീ കാണിക്കുന്നത്? എടാ ആ സിനിമയ്ക്കകത്ത് അല്ലു അർജുൻ ഗർഭിണിയാണോടാ? വയറുള്ളോട്ടോ, എനിക്ക് വയറുള്ളോണ്ടോ. വെറുതെ അതൊന്നും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. യവനിട്ട് 2 പൊട്ടിക്കണം, എന്നിട്ട് അവൻ എനിക്ക് എന്റെ കുടുംബത്ത് കൊണ്ടുവരണം. ഓക്കെ, അവനിട്ട് പൊട്ടിച്ചാ പോരെ? ചേട്ടാ, ഈ കുടുംബത്ത് കയറ്റണം പറയുന്നില്ലേ? എന്റെ അച്ഛൻ മരിച്ചപ്പോ ഞാൻ ബോഡി കാണാൻ വേണ്ടി പോയി. എന്നെ ഇവിടെ ഇറക്കി വിട്ടു ചേട്ടാ, ഇറക്കി വിട്ടു. അതെന്നാ പരിപാടിയാണോ താങ്കൾ? അവന്റെ അച്ഛൻ മരിച്ചപ്പോ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറക്കി വിടുകയാണോ ചെയ്യുന്നത്? പിന്നെ അവനെ ഇറക്കി വിടാതെ അച്ഛൻ മരിച്ചു കിടക്കുന്നത്. ബന്ധുക്കളെല്ലാം കൂടെ വന്നു നിന്നിട്ട് ഇവന്റെ അടുത്ത് ചോദിച്ച് അച്ഛൻ എങ്ങനെ മരിച്ചെന്ന്. ഇവ റിവ്യൂ പറയുമ്പോഴാണ് അച്ഛന്റെ മരണം പറഞ്ഞത്. അച്ഛൻ മരിച്ചതാണ്, അച്ഛൻ ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നു അച്ഛന്, അച്ഛൻ മരിച്ചതാണോ അതോ അച്ഛനെ ഇവൻ കൊന്നതാണോ എന്ന് ചോദിച്ച ഇവനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ? പിന്നെ എനിക്ക് എങ്ങനെയാണ് ഇവനെ കുടുംബത്ത് കൊണ്ടുവന്നിട്ട് 2 എണ്ണം കൊടുത്തേ പറ്റൂ. അതിനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന. പോയി തല്ല് പോ. ഇടാ ഇവിടെ എനിക്ക് തല്ലാൻ പറ്റുന്നില്ലടാ. അത് തല്ല. ഇവൻ ഈ സാരി എടുത്തോണ്ട് നിൽക്കുമ്പോഴേ എനിക്കെന്തോ സ്ത്രീകളെ അടിക്കുന്ന പോലെ ഒരു ഫീല് വരും. സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലടാ. അയ്യോ, അത് സ്ത്രീ അല്ല, അത് പുരുഷനാണ്. എന്റെ അളിയെ ധൈര്യമായിട്ട് ചെന്ന് 2 എണ്ണം കൊടു. അതിനല്ലേ നിങ്ങളെ കൊണ്ടുവന്ന. പോ. എന്നാലും അതല്ല, ഇവൻ ഈ സാരി ഇങ്ങനെ കൊടുത്ത് നിൽക്കുമ്പോഴേ കുഞ്ഞുനാളില് എന്നെ വിട്ടുപോയ കുഞ്ഞു പെങ്ങള് മിനിമോള് അവിടെ അതേ ഷേപ്പാടാ ഇവന്. ആ ഒരു ഫിഗറാണ് ഇവന്. താടി മീശയും വെച്ച മിനിമോളാ. അതൊഴിച്ച് ബാക്കി എല്ലാം കറക്റ്റാണ്. മിനിമോളെ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്ക് വീട്ടിലേക്ക് പോകാം. വിട്ട് കൊലുക്കാതെല്ലാം വെച്ച് കേട്ടോ ഊരി പോകുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛന്റെ കുഴിമാടത്തിന്റെ ഫ്രണ്ടിൽ നിന്നെ നിർത്തിയിട്ട് എനിക്ക് അച്ഛനോട് 2 വാക്ക് പറയണം. അച്ഛാ, എന്റെ മിനിമോളെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു അച്ഛാ.
എന്നെനിക്ക് അച്ഛനോട് പറയണോടാ. ഈ സമയം ഞങ്ങൾക്കും നിങ്ങൾക്കും ഒരു ഇടവേള ബുക്കിങ്ങിന്. ഹലോ ആകളും മകളും നിന്നെ ഇവിടെ ആര് വിളിച്ചാ പോടാ. അവനെ തല്ലി വീട്ടിൽ കയറ്റാനല്ലേ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന. എന്നിട്ട് അവന്റെ മുമ്പിൽ നാടകം കളിച്ചോണ്ട് നിൽക്കുകയാണോ? അവനെ പോയി തല്ല്. എടാ ഞാൻ എങ്ങനെ തല്ലും? അവൻ ഈ സ്ത്രീയുടെ വേഷത്തിൽ സാരി കൊടുത്ത് നിൽക്കല്ലേ, അപ്പൊ ഞാൻ എങ്ങനെ തല്ലും? അപ്പൊ സാരി കൊടുത്തതാണോ പ്രശ്നം? ഞാൻ പരിഹാരം ഉണ്ടാക്കി തരാം. അളിയങ്ങി വന്നേ. അളിയ ഈ ഡ്രസ്സൊക്കെ ഒന്ന് അഴിച്ചിട്ട് കുളിച്ച് റെഡി ഒരു പാന്റ് ഷർട്ട് ഇട്ടുണ്ട്. പിന്നെ അവന്റെ തല്ല് വാങ്ങിക്കാൻ ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാം. അപ്പൊ നീ വരൂ. അവൻ എന്തായാലും വരൂല. മാർക്കോ എന്നും പറഞ്ഞൊരു പടം റിലീസ് ആയിട്ടുണ്ട്. ഉണ്ണി മൂന്ന പാന്റ് ഷർട്ട് ഇട്ടാ വരും. മിക്കവാറും ഉച്ചയ്ക്ക് വരും. അന്നേരം നമുക്ക് തീർക്കാം. വെയിറ്റ്. ഓക്കെ. അളിയോ മാർക്കോ എന്നും പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട് ഉണ്ണി മൂന്നന്റെ. അതിൽ ഉണ്ണി മൂന്ന പാന്റ് ഷർട്ട് ഒക്കെ ഇട്ടാ വരുന്നത്. ഇനിയിപ്പോ ഞാൻ ചെയ്യണം. അളിയൻ പോയി പാന്റ് ഷർട്ട് ഇട്ടുണ്ട് വാ. ഇച്ചിരി പുളിക്കും. ആ പുള്ളി പോകുന്നോടം വരെ പുഷ്പ. ഒരു കാര്യം ചെയ്യ്, തല്ലണ്ട. അവനൊന്ന് ഉപദേശിച്ചു തരാനേക്കാലോ. ഓക്കെ. ചെല്ല്. ഇതെന്തുവാടാ ഈ കാണിക്കുന്നത്? നഖത്തിന്റെ ഇടയിൽ നിന്ന് അഴുക്കെടുക്കുക. എടാ അതാണോ നിന്നോട് ചോദിക്കുന്നത്? എടാ നീ സാരി ഒക്കെ കൊടുത്തിട്ട് നീ എന്തുവാ നിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ലടാ. ചേട്ടാ എനിക്ക് സിനിമാ നടനാണോ, സിനിമയിൽ കയറണം, സിനിമാ നടനാകണം. ആകണം. മോനെ നിങ്ങൾ ഒരു നടനാകണമെങ്കിൽ ആദ്യം തലയ്ക്ക് സ്ഥിരത വേണം. കേട്ടോ? നീല സാരി കൊടുത്ത് തിയേറ്ററിന്റെ ഫ്രണ്ട് കണ്ട് അതെല്ലാം കാണിക്കണ്ടേ കേട്ടോ? അല്ല ചേട്ടൻ അങ്ങനെ പറയുന്നല്ലോ. ഞാൻ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ചോദിക്കും. നീ സിനിമ സ്ട്രൈക്ക് വന്ന് എന്തോ ചെയ്ത? ഞാൻ സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച്. സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. അത് നല്ല കാര്യമല്ലേ? അത് ഈ അളിയന്റെ 3 വയസ്സുള്ള കൊച്ചു കീറിക്കളഞ്ഞ. എന്ത് വൃത്തികെട്ട പരിപാടിയാ. 3 വയസ്സുള്ള കൊച്ച് സ്ക്രിപ്റ്റ് വലിച്ചു കീറുക. 3 വയസ്സുള്ള കൊച്ചു വരെ ആ സ്ക്രിപ്റ്റ് കീറിക്കളയണമെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും പുഴുങ്ങി വെച്ചിരുന്നത്? അത് മാത്രമല്ല എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞേ നമ്മുടെ ഈ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ് വഴി കയറി കഴിഞ്ഞാൽ സിനിമയിൽ എത്താന്ന് പറഞ്ഞു. അത് നല്ല കാര്യമാണ്. അങ്ങനെ ഞാൻ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു. അങ്ങനെ ഒരു ദിവസം 100 പേരടങ്ങുന്ന ഒരു സീനാ. ഞാൻ എന്ത് ചെയ്ത് ആ 100 പേർക്കുള്ള കോസ്റ്റ്യൂം നല്ല ഇസ്ത്രി ഇട്ട് തേച്ച് മടക്കി നല്ല നീറ്റാക്കി വെച്ചു കൊടുത്ത്. എന്നിട്ട് എന്താണ് നിനക്ക് സിനിമയിൽ അവസരം തന്നില്ലേ അവര്? അവരെല്ലാം അവിടുന്ന് പറഞ്ഞു വിട്ട്. അതെന്താ പറഞ്ഞു വിട്ടത്? എങ്ങനെ പറഞ്ഞു വിടായിരിക്കും എന്ന് പറ. എടുക്കായിരുന്ന സീനയാണെന്നറിയാമോ? പാടത്ത് കള പറിക്കുന്നത്. ആരെങ്കിലും തേച്ച് മടക്കി ഇസ്തിരി ഇട്ട തുണി ഇട്ടോണ്ട് ആരെങ്കിലും പാടത്ത് കള പറിക്കാൻ പോകുമോ? അങ്ങനെ ചെയ്തവൻ അവൻ അടിക്കാതെ വിട്ടത് അവന്റെ ഭാഗ്യമല്ലേ? അതെ അതെ അത് ശരിയാടാ, അത് ശരിയാ. എനിക്കിത് പറ്റൂല. അവൻ 2 കൊടുത്തേ പറ്റൂ. നടങ്ങാ. അവൻ 2 കൊടുത്തേ പറ്റൂ. എടാ അവനെ എനിക്ക് അടിക്കാൻ പറ്റത്തില്ല. നീ സാരി ആയിട്ട് നിൽക്കും. സാരി ഞാൻ എങ്ങനെ അടിക്കും? ഇയാൾ മാറണം. ഇയാൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ അവനെ അടിച്ചോളാം. തൊട്ടുപോകരുത്. എന്റെ മിനിമോൾ എന്ന പെങ്ങൾ കുട്ടിയെ തൊട്ടുപോകരുത്. അവളെന്ന് മാത്രമല്ല സാരി ഉടുത്ത് നിൽക്കുന്ന ആരായാലും അവരെ അടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇത്രയും ബേസ് വെച്ചിട്ട് സെന്റിമെന്റ്സ് അടിക്കുമ്പോഴാണ് എനിക്ക് ചിരി വരുന്നത്. എടാ നിനക്ക് എത്ര വയസ്സുണ്ടടാ? മതിയാക്കടാ. അത് 35. നിനക്ക് എത്ര വയസ്സുണ്ടടാ? 35. ശരി. ബുദ്ധിയുണ്ടോ? ബുദ്ധിയുണ്ട്. ആഹാരമൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ? കറക്റ്റ് സമയല്ലേ? പിന്നെ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടാണോ നീ ഈ കുന്തളിപ്പത്രം ഇവിടെ കിടന്ന് കാണിക്കുന്നത്? അതല്ലാതെ എനിക്ക് സിനിമയ്ക്കകത്ത് കയറാൻ വേണ്ടിയല്ലേ ഞാൻ ഇപ്പൊ ഒപ്പറയൊക്കെ കാണിക്കുന്നത്. എന്നാലും ഇങ്ങനെയൊക്കെ കാണിക്കാവോ? സാരി ഒക്കെ കൊടുത്തിങ്ങനെ ടൗണിലൊക്കെ പോയി ഡാൻസ് കളിക്കാവോ? എന്തായാലും എനിക്ക് സിനിമയ്ക്കകത്ത് കയറണം അളിയാ. എടാ സിനിമയ്ക്കകത്ത് കയറണമെങ്കിൽ ഇങ്ങനെ കോമാളി വേഷം കെട്ടി എടുത്തിട്ട് കാര്യമൊന്നുമില്ല. അല്ല എനിക്കറിയാം അളിയാ. സിനിമയ്ക്കകത്ത് കയറണമെങ്കിൽ ഒന്നെങ്കിൽ സാമ്പത്തികം വേണം, അല്ലെ നമ്മളെ പോലെ അറിയാവുന്ന കഴിവുള്ള ആലുമൊക്കെ അവിടെ വേണം. എന്നാലും ഒരു പിടിപാടുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞു തന്നത്? സിനിമയെ നീ പ്രേമിക്കണം. സിനിമയെ നീ നന്നായിട്ട് പ്രണയിക്കണം. എന്നിട്ട് കഠിനാധ്വാനം ചെയ്യണം. അർപ്പണ ബോധം വേണം. പിന്നെ നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ കൃത്യമായിട്ടും സിനിമ എന്ന് പറയുന്ന മേഖലയിൽ നീ എത്തിപ്പെടുക തന്നെ ചെയ്യും. ഉറപ്പ്. അതിനുള്ള തെളിവാണ് ദേ ഈ കലാകാരൻ. എന്നെ പോലെ എങ്ങനെ ഇപ്പം ചെയ്യും എന്നൊരു ഡൗട്ടൊന്നുമില്ല. പരിഹാസവും ഉണ്ടാവും, അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ഉണ്ടാവും. നീ ഇത് കാണണ്ട, നിനക്ക് കാണാൻ മനസ്സിലാ പറ്റില്ല, നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കര വിഷമമാണ്. ഏറ്റവും കൂടുതൽ അമ്മയാണ് എൻ്റെ എല്ലാം എന്നെ കളിയാക്കത്ത് നമുക്കെന്തോ 12 വർഷമായി ഈ ഓട്ടം തുടങ്ങിയിട്ട് സിനിമ നടക്കത്തെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക. പോയി പ്രൊഡ്യൂസറൊക്കെ വേണം, നീ എങ്ങനെ ചെയ്യും? നല്ലൊരു കൈയടി ചേട്ടാ. ധനീഷ്, ശ്രീജു, അനീഷ് നന്നായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. കാര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതായത് നമ്മളൊക്കെ ഓരോ സിനിമകൾ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളിലും നമ്മുടെ എറണാകുളത്തെ മിക്ക തിയേറ്റേഴ്സിന് മുൻപിൽ നമ്മൾ കണ്ടു പരിചയമുള്ള കുറേ കഥാപാത്രങ്ങളെയാണ് നിങ്ങൾ ഇതിലൂടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്. അതൊരു പുതിയ ചിന്തയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിന് തന്നെ നല്ലൊരു കയ്യടി തരേണ്ടതുണ്ട്. പിന്നെ എന്താണ് ശ്രീജു വളരെ ലീഡ് ചെയ്ത് കളിക്കുന്ന ഒരാളായി മാറിയതിന് എനിക്ക് പേഴ്സണലി നല്ല സന്തോഷമുണ്ട്.
കാര്യം ശ്രീജു ചെറിയ ചെറിയ വേഷത്തിൽ വന്നപ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു ശ്രീജുവിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ളത്. അത് ശ്രീജു ഒന്നുകൂടെ പ്രൂവ് ചെയ്ത് വരികയാണ്. അടിപൊളിയായിട്ടാണ് ശ്രീജുവിൻ്റെ കാര്യങ്ങളെല്ലാം ഇന്ന് നന്നായിട്ട് ചെയ്തു. ഡെനീഷും ഈ പറയുന്ന പോലെ ഇതിനകത്ത് നിന്ന് ഈ ഡെനീഷിൻ്റെ ടോണാണ് ഡെനീഷിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അത് മാക്സിമം ഡെനീഷ് യൂസ് ചെയ്യുന്നുണ്ട്. പറഞ്ഞു നമുക്ക് വീണ്ടും ഡെനീഷ് ഇങ്ങനെ സംസാരിക്കുന്ന കേൾക്കാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കാര്യം ബാക്കി എത്ര പേരുണ്ടെങ്കിലും അതിനിടയിൽ നമുക്ക് ഡെനീഷിനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊരു വലിയ ദൈവാനുഗ്രഹം കൂടിയാണ് കേട്ടോ. ഡെനീഷ് നന്നായിട്ട് ചെയ്തു. എന്തായാലും സിനിമയെ സ്നേഹിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അവരവർക്ക് കഴിയുന്ന രീതിയിലാണ് അവരത് നമ്മുടെ മുമ്പിലേക്ക് അവർ വെക്കുന്നത്. അത് ഒരു പക്ഷേ ഇങ്ങനെ ഈ ഫസ്റ്റ് ഡേ അവർ ഈ നായകൻ്റെ വേഷം കെട്ടി വന്നിട്ടാവാം, അല്ലേ, അവരുടേതായ ശൈലിയിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്ത് അവരുടെ രീതി പാടിക്കൊണ്ടാവാം. എന്തൊക്കെയാണേലും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സിനിമയോടുള്ള ഇഷ്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവരൊരു പരിഹാസ കഥാപാത്രങ്ങളാവേണ്ടവരേയല്ല. അവരുടെ ലക്ഷ്യം സിനിമ കാണുക, സിനിമ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഒപ്പം തീർച്ചയായിട്ടും അവരുടെ ഒരു പ്രൊമോഷനും അവർ ഉദ്ദേശിക്കുന്നുണ്ടാവാം. പക്ഷെ അതവർ സിനിമ കണ്ട് കാശ് കൊടുത്ത് സിനിമ കണ്ടുകൊണ്ട് തന്നെയാണ് അവരിത് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എൻജോയ് ചെയ്യുന്നവരൊക്കെ എൻജോയ് ചെയ്തിട്ടെ, അവർ സിനിമകൾ കാണട്ടെ, സിനിമയ്ക്ക് നല്ലതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കട്ടെ, സിനിമയും നന്നായിട്ട് ഓടട്ടെ. അവർക്ക് നമുക്ക് മാക്സിമം സപ്പോർട്ട് കൊടുക്കാം. നിങ്ങളും നന്നായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നസീർക്ക, നമ്മൾ ഏത് കണ്ടന്റ് തിരഞ്ഞെടുത്താലും നമുക്കൊരേ ഒരു ആവശ്യമേ ഉള്ളൂ, ചിരിക്കണം. ആ കണ്ടന്റ് തിരഞ്ഞെടുക്കുന്നതിൽ വ്യത്യസ്തതയുണ്ടെങ്കിൽ നന്നായിരിക്കും. നമ്മൾ സ്ഥിരമായിട്ട് സ്കിറ്റ് കളിച്ച് വരുന്ന ഒരു ശൈലി, ഒരു റൂട്ടൊക്കെ മാറിയിട്ട് പുത്തൻ കണ്ടന്റുകൾ വരിക, പുതിയ കൗണ്ടറുകൾ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ ജനങ്ങളത് പ്രതീക്ഷിച്ചിരിക്കും. ആ ഷോ ഇന്ന് കണ്ടേക്കാം, അത് നല്ലതാണ് എന്ന് പറഞ്ഞ് കാണും. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള ഓരോ ആർട്ടിസ്റ്റുകളും മെനക്കെടുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ ഷോ ഇത്ര ഹിറ്റായത്. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതിലൊരു പുതുമ ഈ സ്കിറ്റിൻ്റെ അകത്തുണ്ട്. നിങ്ങൾ 3 പേരും പറഞ്ഞു. ഒരു കാര്യം, ഈ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുവന്ന കണ്ടന്റ് വേറെ ആയിരുന്നു. ഞങ്ങൾക്ക് ഈ കണ്ടന്റ് തന്ന് ഞങ്ങളത് ഇവിടെ ഇങ്ങനെ നിർത്തിയത് ശശാങ്കൻ. നിങ്ങൾ 3 പേരും ഉള്ള രീതിയിൽ വൃത്തിയായിട്ട് ചെയ്തു, അടിപൊളിയായിരുന്നു. ഡെനീഷ്, ശ്രീജു, അനീഷ്, ഞാൻ സംശയമില്ലാതൊരു കാര്യം പറയാം. ഇനി വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾ ചെയ്യുന്ന എപ്പിസോഡുകളിൽ ഐറ്റം വേറയിൽ നിങ്ങൾ 3 പേരും ഏറ്റവും അധികം ശ്രദ്ധിക്കാൻ പോകുന്ന 3 ഉഗ്രം കലാകാരൻ. അത് ഞാനിപ്പോഴും പറയുന്നത്, നിങ്ങൾ 3 പേരും അസാധ്യമായിട്ട് ചെയ്തു. കാര്യം ഉഗ്രം കണ്ടന്റാണ്. ഈ കണ്ടന്റ് ആദ്യം കൈയ്യിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഡെനീഷേ, ഗംഭീര ആർട്ടിസ്റ്റ് നിങ്ങൾ, അടിപൊളിയാണ്. ടൈമിംഗ് എന്ന് പറയുന്നത് സൂപ്പർ ടൈമിംഗ് ആണ്. കാരണം നിങ്ങൾ അവിടെ വന്നപ്പോൾ മൈക്കിന്റെ ഇന്റർവ്യൂ, അടുത്ത ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്ന സാധനം തിരിച്ചു പോക്കെ കാര്യം വെച്ചാൽ നമുക്ക് ഈ സലിംകുമാറിന്റെ ഒരു കളിയുടെ ഒരു ചായവൊക്കെ ചില സമയത്ത് തോന്നാറ്. നിങ്ങളുടെ ആ ഒരു വരവും പോക്കുമൊക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഡെനീഷേ? നാളെ ഞാൻ പറഞ്ഞിരുന്നു, വൈഫ്, 2 പിള്ളേർ. അതിലെ മാറ്റം ഉണ്ടോന്ന് അറിയാം. അല്ല ഞാൻ ഡെനീഷിനെ അതിനുശേഷം അസുഖയ്ക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി തുടങ്ങി. പിന്നെ അനീഷിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാന്, കുട്ടികള്, വൈഫ്, സഹോദരി. ഓക്കെ. എന്തായാലും ഗംഭീരമായിട്ട് 3 പേരും ഇനി അടുത്തതിലും കയറുമ്പോൾ ഈ പറയുന്ന പോലെ നല്ല ഉഗ്രനായിട്ട് പ്രാക്ടീസ് ചെയ്ത് റിഹേഴ്സൽ ചെയ്ത് ഒരു ഗോൾഡൻ പഞ്ച്, സിൽവർ പഞ്ചൊക്കെ അടിച്ചു പോകണം 3 പേരും കേട്ടോ. ഈ കണ്ടന്റിന് സൂപ്പറായിട്ട് ഞാൻ ശശാങ്കന് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണം. ഉഗ്രൻ. അപ്പോ നസീർക്ക, ഞാനൊരു 11,000 രൂപ കൊടുക്കുകയാണ്. 11,000 രൂപ. ഞാനൊരു 13 രൂപ. 24,000 രൂപ. അപ്പൊ അങ്ങനെ ടോട്ടൽ അടുത്ത 40,000 രൂപ. ഇവിടുന്ന് അങ്ങോട്ട് താഴാതെ 75, 1 ലക്ഷം ഒക്കെ വാങ്ങിച്ച് കൺഫ്യൂഷൻ ഇല്ലാതെ ഒരുപാട് ഗ്യാപ്പ് എടുക്കാതെ വേഗം വരണം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. നമ്മുടെ കുടുംബത്തിലെ ചെറിയ ടീമാണ് വരാൻ പോകുന്നത്. വലിയവരോട് മത്സരിക്കുന്ന നമ്മുടെ ചെറിയ ടീം. ലെറ്റ്സ് വെൽക്കം ആര്യ, ആരാധ്യ, നിത, കാർത്തിക. കുഴപ്പമൊന്നുമില്ലല്ലോ. അയ്യോ, എന്നെ നോക്കാനല്ല, ആ കിണറ്റിൽ നോക്കാൻ. ഈ കിണറിപ്പ് എന്നും ഞാൻ കാണണല്ലേ. അയ്യോ, നിങ്ങൾ ആ കിണറ്റിനുള്ളിൽ എന്താ നോക്കൂ. അയ്യോ താരാടി, എനിക്കറിയാൻ മേല. ചെലപ്പേ കൊഴുവാ സംഘായിരിക്കും. എന്തൊരു സംഘം? കൊഴുവല്ല, നത്തോലി. വേഗം ഫോണിനെ വിളിക്കാൻ പോക്ക പോലീസിനെ. അല്ല,
പോലീസുകാരന് എന്റെ പേരിൽ കേസാവൂലേ? അതെങ്ങനെ? എടി ഇത് ആരാ ഏതാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? ഇനിയിപ്പൊ എന്ത് ചെയ്യാ? മുഖം അങ്ങനെ വ്യക്തമായിട്ട് കാണുന്നില്ല, കമന്ന് കിടക്കുന്നുണ്ട്. ഇത് തിരിച്ചിടാൻ പറ്റിയെങ്കിൽ. ഇത് തിരിച്ചിടാൻ പൊറാട്ട അല്ല. അയ്യോ ഞാനിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ എന്താ ചെയ്യമ്മളി? പുള്ളിക്കൈലി മുണ്ട്. അപ്പൊ ഇത് ബിജു ആയിരിക്കും. അങ്ങനെ എനിക്ക് മനസ്സിലായേ? ബിജുവിന് ഇങ്ങനത്തെ പുള്ളിക്കൈലി മുണ്ട് ഉണ്ട്. ക്രീം കളർ ഷർട്ട്. അയ്യോ അപ്പൊ ഇത് ബിജു തന്നെ. അതെങ്ങനെ എനിക്കറിയാടി? ബിജുവിന് ഇങ്ങനത്തെ ഷർട്ട് ഉണ്ട്. ഈ നാട്ടിൽ അവന് മാത്രമേ ഉള്ളൂ. ആ ബിജു ഒന്ന് ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. നിങ്ങൾ എന്തിനാ അവൻ മരിച്ചത് ഇങ്ങനെ കിടന്ന് ചിരിക്കുന്നേ? ഞാൻ ചിരിച്ചതല്ലടി, കരഞ്ഞതാ. അയ്യോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നേ? അവനൊക്കെ അത്ര ഇഷ്ടാണോ? അതുകൊണ്ടൊന്നല്ല. പിന്നെ ഇന്നലെ ഞാനും ബിജും കൂടി കവലെ വെച്ചൊന്ന് ഒരസിയായിരുന്നേ. അപ്പൊ ഈ നാട്ടുകാരുടെ മുന്നിലൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു, ഇനി ഇതുപോലത്തെ എന്തേലും കാണിച്ചാൽ നിന്നെ ഞാൻ ചവിട്ടി കൂട്ടി കിണറിലിടുന്നു. ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആരേലും അറിഞ്ഞോ? നിന്നെ MG ശ്രീകുമാർ കളിക്കാൻ അങ്ങോട്ട് നോക്ക് മനുഷ്യ. അടെന്തള്ളേ ബിജു? അണ്ണാ നമസ്കാരം. നമ്മൾ രണ്ടുപേരും ഇന്നലെ കവലയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കൊമ്പ് കോർത്തായിരുന്നേ. അപ്പൊ തൊട്ട് എന്റെ മനസ്സിലൊരു വല്ലാത്ത ഫീല്. അണ്ണൻ എന്നെക്കാളും ഒരുപാട് പ്രായത്തിന് മൂത്തതല്ലേ, ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു. അണ്ണൻ എന്നോടൊന്ന് ക്ഷമിക്കണം. അല്ല എന്നെ ഞാൻ നല്ല അറിയാതൊന്ന് അടിച്ചു. അയ്യോ അത് കുഴപ്പമില്ല അണ്ണാ, എന്നെക്കാളും ഒരുപാട് വയസ്സിന് മൂത്തതാണല്ലോ, ഞാൻ അതങ്ങ് ക്ഷമിച്ച്. അപ്പൊ കിണച്ചിലെയോ? കിണച്ചില് കിണറ്റിലൊന്നുമില്ല, കിണറ്റിന്റെ തൊട്ടി അതിലേക്ക് വീണു പോയി. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? അത് ഞാൻ എടുത്തേ. അതെന്താ വേണ്ടാത്തെ? തൊട്ടി എടുക്കണ്ട. അപ്പൊ നിങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കും? പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചോളാം. അതിനിവിടെ പൈപ്പില്ലല്ലോ. ഞങ്ങള് പഞ്ചായത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതുവരെ ഒരാഴ്ച ഞങ്ങൾ ടൂർ പോകും. അണ്ണാ നിങ്ങൾ മനഃപൂർവ്വം നമ്മൾ തമ്മിലുള്ള അടി കാരണം എന്നെ എടുക്കാൻ സമ്മതിക്കാത്തതല്ലേ? അതൊന്നും അല്ലടാ. അപ്പൊ നിങ്ങൾക്ക് എന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ലല്ലോ? ഒരു ദേഷ്യമില്ല. എങ്ങാനും ഇതിനകത്ത് വീണ് കഴിഞ്ഞാലേ ഈ നാട്ടുകാർ മൊത്തം പറയൂ നമ്മൾ രണ്ടാളുള്ള ദേഷ്യം കൊണ്ട് ഞാൻ നിന്നെ മനഃപൂർവ്വത്തിലേക്ക് തള്ളിയിട്ടാന്ന്. എന്നാ പിന്നെ അത് പോട്ടെ, എനിക്കൊന്ന് കാല് കഴുകണം. ഞാൻ വെള്ളം എടുത്തരാ. തൊട്ടിയില്ലല്ലോ, പിന്നെ എങ്ങനെ എടുക്കും? അത് ശരിയാണല്ലേ. പിന്നെ എന്തൊക്കെ ഉണ്ടെന്നാ വിശേഷം? ആദ്യം അതിന്റെ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി, അല്ലെ അതില് വീണു പോകും. അങ്ങനെ 2 പൊടി എടുക്കേണ്ടി വരും. രണ്ടാ? അല്ല ഒരു പൊടി. ആ അത്രയ്ക്ക് ആഴുണ്ടായിരുന്ന ഈ കിണറിന്? ഓഹോ അപ്പൊ ഇതാണല്ലേ തൊട്ടി എടുക്കണ്ട, കിണറ്റില് നോക്കരുത്. സത്യം പറയണ, നിങ്ങൾ ആരെയോ കൊന്ന് കിണറ്റിയിട്ടതല്ലേ? അയ്യോ ഞങ്ങൾക്കറിയത്തില്ല. ഇതെന്തിരിത്? അയ്യോ ഞങ്ങൾക്കറിയത്തില്ല. ഇന്ന് തെരുവ് നാടകം കളിക്കാതെ മര്യാദക്ക് സത്യം പറഞ്ഞോ, ആരായി കിണറ്റിന്റെ അകത്ത്? സത്യം അറിയാം, ഇതാരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ഇന്ന് രാവിലെ വെള്ളം എടുക്കാൻ വന്നപ്പോ കണ്ടതാ. നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഥ ആ ബോഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ചെയ്യൂ. അതെ, നമുക്ക് ഫയർഫോഴ്സിനെ വിളിച്ചാലോ? ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ രക്ഷിക്കാലോ. ജീവൻ ഉണ്ടോ ജീവനില്ലെന്ന് അറിയണല്ലോ, ഫയർഫോഴ്സിനെ വിളി. ശരി ഞാൻ വിളിക്കാം. ഹലോ, ആ ഫയർഫോഴ്സ് അല്ലേ സാർ? ഞാൻ പിന്നെ വിളിച്ചതേ, നമ്മുടെ പിറവം ഭാഗത്ത് ഒരു വീട്ടിലേക്ക് ഒരു കിണറിൽ ഒരാൾ വീണിട്ടുണ്ടേ. അപ്പൊ ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി. ശരി ലൊക്കേഷനൊക്കെ ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. എന്നാലും ആ കിണറ്റിനുള്ളിൽ ആരായിരിക്കും? എനിക്ക് തോന്നുന്നതേ ഇത് ആ തെക്കേ പറമ്പിലെ മുരളിയാണെന്നാ. കാരണം പുള്ളിയുടെ വീട്ടിൽ ഇന്നലെ ഭാര്യ മക്കളായിട്ട് ചെറിയൊരു അടി ഉണ്ടായിരുന്നേ. അയ്യോ അവന്റെ വീട്ടിൽ കിണറില്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് ചാടാൻ വന്നിനി? അയ്യോ അയാളുടെ വീട്ടിലെ കിണറിൽ കലക്കുവെള്ളം അല്ലേ? കുടിക്കാനല്ലല്ലോ, ചാവാനല്ലയോ? ബാക്കിയുള്ളവന്റെ കുടിവെള്ളം കൂടി നാശിപ്പിച്ച്. അതെ, ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പൊ ഇനി വരും. പിന്നെ കിണറ്റിലൊരു ശവവും കൂടെ കിടക്കുന്നോണ്ട് പോലീസ് എന്തായാലും വരും. പോലീസ് വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എന്ത് പറയും? പാറപ്പള്ളി ധ്യാനത്തിന് പോയി എന്ന് പറയും. അത് കഴിഞ്ഞ് എവിടെ പോയെന്ന് ചോദിച്ചാ സിനിമക്ക് പോയി എന്ന് പറയും. നിങ്ങള് സിനിമ കാണാൻ പോയില്ലേ? ആരുടെ പോയ കണ്ട എന്നെ കൂട്ടാണ്ടി ഒരു പോയി. എടി അത് ഇവനോട് ഞാൻ ഒരു കള്ളം പറഞ്ഞേ ഉള്ളൂ, ഞാൻ സിനിമക്കൊന്നും പോയില്ല. അയ്യോ നിങ്ങൾ ഇങ്ങനെ അടി കൂടാതൊന്ന് നിർത്തുന്നുണ്ടോ? ഹലോ സുദർശൻ അണ്ണ. അണ്ണ ഇന്നലെ രാത്രി ഉണ്ടല്ലേ നല്ല മഴയും കാറ്റക്കായിരുന്നല്ലേ? അപ്പോഴേ ഞാൻ എന്റെ വീടിന്റെ ടെറസില് നോക്കുകുത്തിയായിട്ട് ഒരു ഡമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇന്ന് രാവിലെ അതിനെ കാണാനില്ല. നിങ്ങളുടെ മുറ്റത്തെങ്ങാലും അത് കിടക്കണമെന്നൊന്ന് നോക്കിയാണ്. ഡമ്മിയോ? ഓ ഒരു പുള്ളിക്കാരിയാണോ എടുത്തേക്കുന്നേ? ഓ തന്നെ. പിന്നെ ഡമ്മി ഇട്ടേക്കുന്നത് ഒരു ക്രീം കളർ ഷർട്ടാണോ? ഓ തെന്നണ്ണാ തന്നെ. അത് ഡമ്മി ആയിരുന്നു. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഓ ശരി. എടി പേടിക്കൊന്നും വേണ്ട, ആ കിടക്കുന്നത് ഡമ്മിയാ. അതെ, അപ്പുറത്തെ വീട്ടിൽ നോക്കൂത്തിയായിട്ട് ആ ചേച്ചി വെച്ച ഡമ്മിയാ. അതുകൊണ്ട് അമ്മക്ക് കേസുമില്ല
ഒന്നുമില്ല. അതെങ്ങനെ ശരിയാ? നിങ്ങൾക്ക് കേസില്ലെന്നും പറഞ്ഞ് ഞാൻ ഫയർഫോഴ്സിനെയും പോലീസിനെയും എല്ലാം വിളിച്ച് അവരിപ്പോ ഇങ്ങെത്തും. ഞങ്ങൾ പറഞ്ഞോട് ഫയർ പോലീസിനെയും ബോയ്സിനെയൊക്കെ വിളിക്കാൻ. അയ്യോ ചേച്ചി ചതിക്കല്ലേ, നിങ്ങൾ എന്നെ എന്തായാലും ചതിച്ചല്ലോ. അവര് വന്നിട്ട് എന്നെ പിടിച്ച് അകത്താക്കൂലേ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു താ. സൊല്യൂഷനോ? ഫയർ പോലീസ് വരുമ്പോഴേ അത് വരുന്നതിന് മുന്നേ ഈ കിണറ്റിലേക്ക് എടുത്ത് ചാടണം. അപ്പൊ ഞാൻ ചാവൂലേ? അത് ഓര് വന്നിട്ട് എന്നെ രക്ഷിച്ചോളുന്നേ. രക്ഷിക്കുമല്ലോ? ആ ഉറപ്പാണേ? വിശ്വസിക്കാലോ? എടുത്തോണം കേട്ടോ. അതെ അണ്ണാ രക്ഷിക്കണേ. ഹലോ, ഫയർ പോലീസ് അല്ലേ? പിന്നെ ആ നേരത്തെ വിളിച്ചില്ലായിരുന്നോ കിണറ്റിൽ ഒരാൾ വീണെന്ന് പറഞ്ഞാണ്ട്? അത് റോങ് നമ്പർ ആയിരുന്നു കേട്ടോ. അപ്പൊ ബിജു അവൻ എന്നോട് എന്താ പറഞ്ഞത്? എന്നെ കവല വെച്ച് എന്നെ അടിക്കണമെന്നല്ലേ? ഞാൻ 12 വർഷം ജയിലിൽ പോയാലും വേണ്ടിയില്ല, ഇതിന്റെ ശല്യം ഒന്ന് തീർന്നല്ലോ. അങ്ങനെ അവൻ അവിടെ കിടന്നോട്ടെ. 3 പേർക്ക് നല്ലൊരു കൈഡി. ഫയർഫോഴ്സ് എന്ന് പറഞ്ഞ് ഫയർഫോഴ്സ് പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ജീവപര്യന്തം എന്ന് പറഞ്ഞേ ജീവപരിതർ. ജീവപരിതർ. ഓക്കെ അത് മതി. ജീവാവരെ ഓക്കെ അല്ലേ? ജീവവരെ ഓക്കെയാ. ഞാൻ വിചാരിച്ചു ഫയർ പോലീസ് എന്ന് തെറ്റി പറയുന്നതായിരിക്കും. അപ്പൊ അറിയാം. 3 പേർക്ക് നല്ലൊരു കൈഡി കേട്ടാ. ഓക്കെ പ്രചോദേട്ടാ, നിങ്ങൾ ശരിക്കും നിങ്ങളെ കൊണ്ട് പറ്റാത്തൊരു സ്കിറ്റ് നിങ്ങൾ നിങ്ങളെ കൊണ്ടാവും വിധം ഭംഗിയായിട്ട് കളിച്ചു. അതിനൊരു നല്ല കഴി നിൽക്കുക. കാരണം നിങ്ങൾ ഇത്രയും നാളും കളിച്ച സ്കിറ്റുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇണങ്ങുന്ന സ്കിറ്റുകളാണ് നിങ്ങൾ കണ്ടുപരിചരിച്ച ഈ തിരുവാതിര അങ്ങനത്തെ ഉള്ള പരിപാടികളൊക്കെ ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ സ്കിറ്റൊക്കെ നല്ല ഗംഭീരമായിരുന്നു. ഇപ്രാവശ്യം സ്കിറ്റിൻ്റെ പ്രശ്നങ്ങളല്ല, നിങ്ങളെക്കാൾ വലിയൊരു ലോഡാണ് നിങ്ങൾ എടുത്തു വെച്ചത്. പക്ഷെ നിങ്ങളത് വൃത്തിയായിട്ട് ചെയ്തു എന്നുള്ളതാണ്. 3 പേരും തെറ്റിച്ചു ഒന്നുമില്ല, എല്ലാം വളരെ ഭംഗിയായിട്ട് കളിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള കൗണ്ടറുകൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി 3 പേരും അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ നന്നായിട്ട് സ്കോർ ചെയ്യണം കേട്ടോ. ഇപ്രാവശ്യം എന്തായാലും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കൗണ്ടറിൻ്റെ കുറവുള്ള ചിലപ്പോൾ മാർക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. എന്നാലും അത് കൂട്ടണ്ട, നമുക്ക് അടുത്ത പ്രാവശ്യം. നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം സ്കിറ്റൊക്കെ ഉണ്ട്? എന്ത് പറഞ്ഞു? ടീച്ചർ ഇല്ലേ, റീന ടീച്ചർ. ആ ടീച്ചർ അത് പരിപാടി തുടങ്ങാൻ കാത്തുക്കേനു. എന്നിട്ട് എന്ത് പറഞ്ഞു പരിപാടി കണ്ടിട്ട്? നല്ല അടിപൊളിയായിന്ന് പറഞ്ഞു. പിന്നെ നമ്മളവിടെ തെയ്യം കിട്ടുന്ന ഒരു അരുണേട്ടനുണ്ടേനി. ഇവിടെ നിന്നെ അടുത്ത വളയം കാട്ടില്ല ഏട്ടന്മാർക്കല്ല ഹായ് ഏട്ടനെ അനക്കൊന്നും ഇല്ല തന്നിട്ടില്ലല്ലോ ഒരു ഹായ് ഒന്നും തന്നെ. അപ്പൊ ആ ഏട്ടൻ അവിടെ ഉള്ള ഏട്ടനല്ലേ ഇപ്പൊ? അപ്പൊ അതോ കുറച്ച് മാറിയിട്ടുള്ളതാണോ? അപ്പാട് ഞാൻ പറഞ്ഞു എന്നാ വളയം കാട്ടിലെ ഏട്ടന്മാരെന്ന് പറയുമ്പോ ഏട്ടന് ഉൾപ്പെടുന്നു പറഞ്ഞു. വളയം കാട്ടിലെയോ? വളയം കാട്ടിലെ. അപ്പൊ എന്തായാലും വളയം കാട്ടിലെ ഏട്ടന്മാർക്കും ഉണ്ട് ഞങ്ങളുടെ ഹായ് കേട്ടോ. എല്ലാ ഏട്ടന്മാരും അതിനകത്ത് പെടും. അതെ കേട്ടോ. ഫ്ലെക്സ് ഒക്കെ വന്നു നിങ്ങളുടെ പേര്? ഫ്ലെക്സ് ഒക്കെ വന്നു എന്നെ ആദരിക്കുന്നുണ്ട്, MLA എല്ലാം വരുന്നുണ്ട്. അന്നാ വളയങ്കാരനെ ചേട്ടനോട് വിളിച്ചോണം. ഇനിയും ഒരുപാട് ഫാൻസുകൾ ഉണ്ടാവട്ടെ കേട്ടോ. ഓക്കെ, 3 പേർക്ക് വളരെ ചേട്ടാ. ആര്യ, ആരാധ്യ, നിത, കാർത്തിക നന്നായിരുന്നു. ഈ പറയുന്ന പോലെ നിങ്ങൾ കുട്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വലിയ സ്കിറ്റുകളുമായിട്ടോ നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. കുറച്ച് തമാശകളുടെ ചില കുറവുകളും ചില ടെൻഷൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ അവിടെ ഇവിടെ ചില കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഫീൽ ചെയ്തിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഓവറോൾ നോക്കുമ്പോൾ കണ്ടിരിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്കിറ്റ് തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളുടെ എന്താണ് കഴിഞ്ഞ തവണത്തെ സിൽവർ പഞ്ചൊക്കെ അടിച്ച സ്കിറ്റുകളൊക്കെ ആയിട്ടാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് തമാശ കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല മക്കളെ. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അല്ല, ഇതിൽ ഇവരെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അവരുടെ കഴിവുകൾ ഇവിടെ പ്രൂവ് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവരെ നമുക്ക് ഒന്ന് മാറ്റി നിർത്താൻ പറ്റൂല. പക്ഷേ ഇതെടുത്തത് എന്തോ ഇതിൻ്റെ അകത്ത് കുറച്ച് തമാശയുടെ ഒരു ഏരിയകൾ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അത് പിടിച്ചേ പറ്റൂ. കാര്യം 75 വാങ്ങിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ഒരിക്കലും താഴോട്ട് പോരരുത്. 75 വരെ എത്തിയില്ലെങ്കിൽ പോലും അതിൻ്റെ അടുത്തെങ്കിലും നമ്മൾ എത്താനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോ ഞങ്ങളുടെ ഫയർ പോലീസിന്റെ മാർക്ക് ചേട്ടാ, ഞാനൊരു 5000 രൂപ ഞാൻ കൊടുക്കും. 5000 രൂപ. ഓക്കെ നസീർക്ക, ഞാനൊരു 4000 രൂപ കൊടുക്കാം. ടോട്ടൽ 9000 രൂപ ആയിട്ടുണ്ട്. ചേട്ടാ ഒരാൾ കാഞ്ചി കിടക്കോ, വേഗമാട്ടെ. ഫയർഫോഴ്സിനെ വിളിച്ചു. ടോട്ടൽ എമൗണ്ട് 15000 രൂപ. ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം ഉഷാറായിട്ട് വരണം. ഓക്കെ, വളയംകോട്ടിലെ ഓട്ടനോട് ഞങ്ങളുടെ അന്വേഷണം പറയണം. ബൈ ടാറ്റ. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഇത് ഐറ്റം വേറെയുടെ സമയം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതുപോലെ ഉഗ്രൻ ഐറ്റമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.